ആശ. മക്കളതിന് തടസ്സം നിൽക്കരുത്. അപ്പന് പോയേ പറ്റൂ. ശുഭാനന്ദ ഗുരുദേവൻ ദയ കാട്ടിയാൽ ഒരു വിരിക്കുള്ള സ്ഥലം ആശ്രമത്തിൽ കിട്ടും. മോനോട് ദേഷ്യപ്പെട്ടു പോകുന്നതല്ല ഞാൻ. അപ്പനൊരു നാണക്കേടായി മക്കൾക്ക് തോന്നുമെങ്കിൽ അതപ്പന്റെ തോൽവിയാ. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഇത്രയൊക്കെ അപ്പന് സാധിച്ചുള്ളൂ. മാപ്പ് തരിക. അപ്പം പോവാണ്. അയ്യോ തകതാരോ താരേ തകതയ്യ തയ്യോ തകതാരോ ദിന താരേ തകതയ്യ അയ്യോ തകതാരോ ദിന താരേ തകതയ്യ എരേരി 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 എരോ എരേരി എരേരി എരേരോ അപ്പനില്ലേ ഞങ്ങൾക്കമ്മയില്ലേ തിന്താര ഞങ്ങൾക്കാരുമില്ലേ തിന്താര നമ്മുടെ അപ്പൻ ഇനി വരില്ലേ? ഇനി ഒരിക്കലും നമുക്ക് അപ്പനെ കാണാൻ ഒക്കത്തില്ലേ?
വിശ്വ, വിവരങ്ങളൊക്കെ അറിഞ്ഞു. എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. മാത്രമല്ല, നിന്റെ ജീവിതത്തിലൊരു വഴിമുടക്കിയായി ഞാൻ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ കാരണം നിന്റെ വരുമാനം. അങ്ങനെയല്ല, നീ ഒരു കണ്ടുപിടുത്തം നടത്തി. അതിലൂടെ എത്രയോ തവളകളും മണ്ണിരകളും രക്ഷപ്പെട്ടു. അതിന്റെ പുണ്യം നിനക്കുണ്ടാവും. ആ പുണ്യത്തിനു വേണ്ടി നിന്നെ ഞാൻ വേദനിപ്പിച്ചു. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. ഇടയ്ക്ക് എവിടെ വെച്ചോ നിന്നോട് എനിക്ക് അസൂയ തോന്നി. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? രേഷ്മയ്ക്ക് നിന്നോടുള്ള അടുപ്പം, അതായിരുന്നു എന്റെ പ്രശ്നം. അത് താൽക്കാലികമായിരുന്നു. ജീവിതത്തോടടുത്തപ്പോ അതൊക്കെ ബാലിശമായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. നിനക്കറിയാവുന്നതാണല്ലോ രേഷ്മയോട് എനിക്കുള്ള ഇഷ്ടം. ഞാൻ അവളെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. നല്ല കാര്യം. ഇന്നലെ ഞാൻ ചെന്ന് പെണ്ണ് ചോദിച്ചു. അവളെന്ത് പറഞ്ഞു? എതിർത്തില്ല. പണമാടാ കുലമഹിമയൊക്കെ നിശ്ചയിക്കുന്നത്. വിശ്വ, നീ എന്നെ വെറുക്കരുത്. അത്തരം വികാരങ്ങളൊന്നും എന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാവാറില്ല. എങ്കിൽ നീ ട്യൂട്ടോറിയൽ വരണം, ക്ലാസ് എടുക്കണം. ഇനി അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. വേണ്ട, അത് വേണ്ട. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. കുമാരൻ മടവതിയെ കിട്ടിയാൽ രക്ഷപ്പെട്ടു. അത്ര വേന്ദ്രനാണല്ലേ? സംശയമുണ്ടോ? ചൂരലുമെടുത്ത് കൈവണിയിരിക്കുള്ള ആ വരവ് കണ്ടാൽ സത്യത്തിൽ പേടിച്ചു പോകും. മടവതി മടവതി തന്നല്ലേ? മടവതി ഇല്ലേ? അപ്പനിവിടെ ഇല്ലല്ലോ. അയ്യോ കുഞ്ഞേ, എവിടെ പോയി? ഇവിടെ ഇല്ല. ഞങ്ങള് കാത്തിരിക്കാം. വല്ലാത്തൊരു ബാധയാണ് കൂടിയിരിക്കുന്നത്. മടവതി ഇല്ലാതെ ഒരു രക്ഷയുമില്ല. കാത്തിരുന്നിട്ട് എന്താ കാര്യം? അപ്പൻ ദൂരെ ഒരു സ്ഥലത്ത് പോയതാ. എപ്പോഴാ വരികയെന്നറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്തു വന്നാലും മടവതിയും കൊണ്ടേ വരുമെന്നും പറഞ്ഞ് പുറപ്പെട്ടതാ. ആളുകൾ ഉറങ്ങാതെ കാത്തിരിക്കുക. എപ്പോ വരുമെന്നറിയാതെ എത്ര നേരമാ കാത്തിരിക്കുന്നേ? നമുക്കിന്ന് കാര്യം പറയാം, വാ. ഒന്ന് നിൽക്കൂ. കുമാരൻ മടവതിയുടെ മകനാ ഞാൻ വന്നാ മതിയോ? മന്ത്രവാദം പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ലേ? മകനായാലും മതി. ബാധ ഒഴിയണം, അത്ര തന്നെ. എങ്കിൽ പറയും കോലും കൈമണി എടുത്തോണ്ട് വരാം. കുറച്ച് നിൽക്കൂ.
ശീകരിച്ചു കിളച്ചു മറിച്ചതും വിത്തു വിതച്ചതും വേള പറിച്ചതും ഞാനീ കീഴാളൻ കന്നി മണ്ണിന്റെ ചേലാളൻ ദേവി നനച്ചതും കൊയ്തു മെതിച്ചതും മോതിരക്കറ്റ മുഖപ്പുറം വെച്ചിട്ട് കാടി കുടിച്ച് വരമ്പായി കിടന്നതും ഞാനീ കീഴാളൻ പുതുനെല്ലിന്റെ കൂട്ടാളൻ ചേറു ചവിട്ടിക്കുഴച്ചു ചതുരത്തിൽ സൂര്യനെ കാണിച്ചുണക്കി അടുക്കി തീ കൂട്ടിച്ചുട്ടതും ഇഷ്ടിക കൂമ്പാരം തോളിലെടുത്ത് നടന്ന് തളർന്നതും ചാന്തും കരണ്ടിയും തൂക്കും മുഴക്കോലും ചന്തവും ചാലിച്ച് വീടു പണിഞ്ഞിട്ട് ആകാശക്കൂരയിൽ അന്തിയേരിച്ചതും ഞാനീ കീഴാളൻ നെടുന്തൂണിന്റെ കാലാളൻ കട്ടമരത്തിൽ കടലിൻ കഴുത്തേറി കഷ്ടകാലത്തിന്റെ കൊല്ലിവല വീശി പൂവാലൻ ചെമ്മീനും മത്തിയും മക്കളും തീരത്തു നേദിച്ച് നേരമിരുണ്ടപ്പോൾ പൂളക്കിഴങ്ങ് വിഴുങ്ങി തുലയ്ക്കുവാൻ ചാളക്കറിക്ക് കൊതിച്ചു കയർത്തതും ഞാനീ കീഴാളൻ കൊടുങ്കാറ്റിന്റെ തേരാളൻ കണ്ടടം കുത്തി കുരുപ്പരുത്തി നട്ട് പഞ്ഞിക്ക പൊട്ടിച്ച് തക്കളി കൊരുത്തിട്ട് ആദിത്യ രശ്മി പോലെ അമ്പര നൂലിട്ട് രാപ്പകലില്ലാതെ ഓമൽ തറിയോട് മല്ലിട്ടു തുല്ലിട്ടുടയാട നെയ്തതും നെഞ്ചു മറയ്ക്കാതെ ശീതത്തീ തിന്നതും ഞാനീ കീഴാളൻ ഉടുമുണ്ടിന്റെ നെയ്ത്താളൻ ചന്ദനം കണ്ടതും കൊത്തി മണത്തതും വെട്ടി മറിച്ച് പുറന്ത്